സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അസാധാരണ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. മാർച്ച് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. നിരവധി പ്രവർത്തകർ മാർച്ചിന് ഒപ്പം അണിചേരുന്നുണ്ട്. മുദ്രാവാക്യം വിളിക്കുന്നു. സർക്കാരിന്റെ നയത്തിനെതിരെയാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിൽ നിന്നും പുലർച്ചെ വീട് വളഞ്ഞുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയും പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. ഈ സമയങ്ങളിലൊക്കെ പോലീസുമായി ഏറെ നേരത്തെ സംഘർഷഭരിതമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അസാധാരണമായ രീതിയാണ്. പോലീസ് വേട്ടയാടുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ആ മാർച്ചാണിപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ജലപീരങ്കി പോലീസ് പ്രയോഗിക്കുന്നത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു. കഴിഞ്ഞ മാസം 20-നുണ്ടായ മാർച്ച് അത്യന്തം സംഘർഷഭരിതമായിരുന്നു. അതുപോലെ ഒരു സാഹചര്യം ഇന്ന് തുടക്കത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ജിബിൻ JB നൽകിയ വിവരങ്ങൾ. ജിബിൻ, എന്താണ് മാർച്ചിൽ കാണാൻ കഴിയുന്നത്? പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. എത്രത്തോളം പ്രവർത്തകരുണ്ട്? കഴിഞ്ഞ ഡിസംബർ മാസം 20-ാം തീയതി നടന്ന മാർച്ചിനിടെയുണ്ടായ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതിനെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പുലർച്ചെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത്. ഒരു വലിയ തരത്തിലുള്ള മാർച്ചല്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് മുൻപുണ്ടായ സമരം പോലെയുള്ള ഒരു വലിയ സംഘർഷ സാധ്യതയും ഇപ്പോൾ സ്ഥലത്തില്ല. അതുമാത്രം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ വലിയ രീതിയിൽ കുറവാണ്. അതിനോടനുബന്ധിച്ച് നോക്കുമ്പോൾ പോലീസിന്റെ എണ്ണമാണ് ഇന്നവിടെ കൂടുതലായി കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസും അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ആദ്യ റൗണ്ട് ജലപീരങ്കി ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അതായത് ഡിസംബർ 20-ാം തീയതി നവകേരള സദസ്സിനോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കേരളമെമ്പാടും പോലീസിന്റെയും DYFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ ആ ഒരു പ്രതിഷേധ മാർച്ചിനുണ്ടായ സംഘർഷവുമായി താരതമ്യം ചെയ്തുമ്പോൾ വളരെ അത്രത്തോളം എത്താത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഇന്നലെ രാവിലെ പുലർച്ചയോടുകൂടി വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സാഹചര്യം സംസ്ഥാനമൊട്ടാകെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ അമൽ തേനമ്പറമ്പിൽ കൂടിയുണ്ട്. അമൽ, ഇന്നത്തെ മാർച്ച് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ 20-ന് കണ്ട രീതിയിൽ എന്തായാലും സംഘർഷം കാണാൻ കഴിയുന്നില്ല. എത്രത്തോളം പ്രവർത്തകർ മാർച്ചിനൊപ്പം അണിചേരുന്നുണ്ട്? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിലും റിമാൻഡിലും പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തുക. മാർച്ചിനെ ഷാഫി പറമ്പിൽ അഭിസംബോധന ചെയ്ത് മടങ്ങിയ ശേഷമാണ് പിന്നീട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമാകുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ തുടർച്ചയായി നടത്തുകയാണ്. ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാര്യമായ പ്രകോപനത്തിലേക്ക് പോലീസും പ്രവർത്തകരും പോകുന്നില്ല എന്നുള്ളതാണ്. ഈ ബാരിക്കേഡിന് മുന്നിലുള്ള പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് കാര്യമായ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിലവിൽ പോയിട്ടില്ല. പക്ഷേ ഇനിയും ഒരുപാട് സമയം ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴെന്തായാലും ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. പ്രവർത്തകർ പലയിടങ്ങളിലായി കൂടി നിൽക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ ഈ സമരഗേറ്റിന് സൈഡിലൂടെ അകത്തേക്ക് കിടക്കാനുള്ള ശ്രമം ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ പോലീസ് ഇടപെട്ട് അത് തടഞ്ഞു. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ കൂടി നിന്ന് പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്.